കണ്ണൂർ ചെറുകുന്നത്ത് കെ.എസ്.ഇ.ബിയുടെ ട്രാൻസ്ഫോമറിൽ നിന്നും ഓയിൽ കടത്തി. മുട്ടിൽ റോഡിനരികിലെ ട്രാൻസ്ഫോമറിൽ നിന്നാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷം ഓയിൽ കവർന്നത്. കെ.എസ്.ഇ.ബി കണ്ണപുരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തീക്കട്ടയിലും ഉറുമ്പരിക്കുക എന്ന് നാം കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതാണ്. കെ.എസ്.ഇ.ബിയുടെ കണ്ണൂർ ചെറുകുന്ന് സെക്ഷന് കീഴിലുള്ള മുട്ടിൽ എന്ന സ്ഥലത്ത് ഈ വൈദ്യുതി പോസ്റ്റ് മുകളിൽ കയറി ട്രാൻസ്ഫോമറിനുള്ളിലെ ഓയിൽ മോഷ്ടിക്കുകയാണ് ഉണ്ടായത്. ആരാണ് മോഷ്ടാവെന്ന് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. പക്ഷേ സാഹസികമാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഇങ്ങനെ ഒരു ട്രാൻസ്ഫോമറിൻ്റെ അവിടെ കയറുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് അപകടം സാധ്യതയുള്ള ഒന്നാണ്. പക്ഷേ അതിനൊക്കെ വിദഗ്ധതയുള്ള ഒരാളാണത് ചെയ്തത് എന്ന് വ്യക്തമാണ്. ഏതായാലും അത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. സബ് എഞ്ചിനീയർ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇതെങ്ങനെയാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്? കഴിഞ്ഞ ദിവസം രാത്രിയാണ്, വ്യാഴാഴ്ച രാത്രിയാണ്. വെള്ളിയാഴ്ച പുലർച്ചെ ഇവിടെ കറണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഓഫീസിൽ ഫോൺ കോളുകൾ വരുന്നുണ്ടായിരുന്നു. ഞങ്ങളിവിടെ എത്തി പരിശോധിച്ചപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ AB സ്വിച്ച് ഓപ്പൺ ചെയ്തതായിട്ട് കണ്ടു, ഓഫ് ചെയ്ത് വെച്ച നിലയിൽ കണ്ടു. പിന്നീട് പരിശോധനയിൽ മറ്റന്വേഷണങ്ങൾ നമ്മുടെ ജീവനക്കാരും ചെയ്തതല്ല. പിന്നീട് ലൈനൊക്കെ ട്രേസ് ചെയ്തു. ഇതൊന്ന് ചാർജ് ചെയ്തെടുക്കുമ്പോഴാണ് മനസ്സിലായത് ട്രാൻസ്ഫോമറിൻ്റെ HT ബുഷ് അഴിച്ചു മാറ്റിയിട്ട് ട്രാൻസ്ഫോമറിൻ്റെ ഓയിൽ ഊറ്റിക്കൊണ്ടുപോയതാണ്, മോഷ്ടിച്ചു കൊണ്ടുപോയതാണ്. ഇത് അത്ര വൈദഗ്ധ്യമുള്ള ഒരാൾക്കല്ലാണ്ട് ഇതിൻ്റെ മുകളിൽ കയറി ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇത് വൈദഗ്ധ്യമുള്ള ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. കാരണം ഇതിൻ്റെ HT സൈഡിലാണ് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് മാത്രമേ കയറാൻ കഴിയൂ, ഇല്ലെങ്കിൽ ജീവൻ അപകടമാണ്. അങ്ങനെയൊക്കെ ഓഫൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബുഷ് HT സൈഡിലെ സാധനങ്ങൾ അഴിച്ചു മാറ്റിയിട്ടാണ് ഓയിൽ എടുത്തിട്ടുള്ളത്. 140 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു ഓയിൽ കപ്പാസിറ്റിയുള്ള ട്രാൻസ്ഫോമറാണ്. അതിൻ്റെ ഭൂരിഭാഗവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. 4-5 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. കാരണം ട്രാൻസ്ഫോമർ റീപ്ലേസിങ്, അതിൻ്റെ കോസ്റ്റ് ഉണ്ട്, ലേബർ കോസ്റ്റ് ഉണ്ട്, അതുപോലെ ഓയിൽ നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ കൂടി ഏകദേശം ഒരു 3-4 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടാകും. അപ്പോൾ അതാണ് സംഭവിച്ചത്. അതായത് CCTV ദൃശ്യങ്ങളൊക്കെ പരമാവധി ശേഖരിച്ചുകൊണ്ട് അന്വേഷണം നടത്താനാണ് പോലീസ് ഒരുങ്ങുന്നത്. പക്ഷേ ഇതുവരെയും സംശയത്തക്ക വിധം ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. പക്ഷേ KSEB സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് സംഭവിച്ചത്. ഈ മഴക്കാലത്ത് വലിയ രീതിയിലുള്ള പ്രയത്നം KSEB ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം കൂടി നടന്നിരിക്കുന്നത്. കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.